ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോഡിംഗ് ഡൈനോ. സോ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റിയാക്ട് ആപ്പിൽ റീയൂസബിൾ കമ്പോണൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നമുക്ക് ഈ H2 ടാഗിനെ ഒരു സെപ്പറേറ്റ് കമ്പോണൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, കമ്പോണൻറ്റ്സ് എന്ന് പേര് കൊടുക്കുക. ഇത് റിയാക്റ്റിൻ്റെ കൺവെൻഷൻ നെയിം തന്നെയാണ്. സോ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഇതാണ് ഒരു ക്ലീൻ വേ ഓഫ് കോഡിങ്. എന്നിട്ട് ഇതിനകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. header.js എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇത് കിടക്കുന്നത് നമ്മളുടെ SRCക്കകത്ത് കമ്പോണൻസിനകത്താണ്. ഇതിനകത്ത് ഞാനൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ആരോ ഫംഗ്ഷൻ കമ്പോണൻറ്റ്, അതിൻ്റെ ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഷോർട്ട് കട്ടാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. സോ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻസിനകത്ത് പോയിട്ട് ES7 എന്ന് സെർച്ച് ചെയ്യാം. സോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് ഉള്ള ഒരു എക്സ്റ്റൻഷൻ അത് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് കാണാൻ പറ്റും. വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് ഓട്ടോ ഇമ്പോർട്ട്. സോ ഇത് നമ്മളുടെ കമ്പോണൻസിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കിനി അത് സെറ്റ് ചെയ്യാം. സോ ഈ app.jsനകത്ത് നിന്ന് H2 ടാഗിനെ റിമൂവ് ചെയ്യണം. നമുക്കത് ഇവിടുന്ന് കളയാം. ഫസ്റ്റ് ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് പോയല്ലേ. ഇനി അതിന് നമ്മൾ ഹെഡറിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. ഇനി സേവ് ചെയ്ത് നോക്കിയാലും അത് നമ്മളുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടാവില്ല, ബിക്കോസ് നമ്മൾ അതിന് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. സോ app.jsനകത്ത് ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു കോഡ് ഫസ്റ്റ് ഇമ്പോർട്ട് ഹെഡറിന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു എവിടെ നിന്നാണ് ആ ഫയൽ വരുന്നതെന്നൊക്കെ ഓട്ടോ ഇമ്പോർട്ട് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. ഫ്രം ഇനി കൊട്ടേഷനകത്ത് ഡോട്ട് സ്ലാഷ് എന്ന് പറയുന്നത് ഈ SRC എന്ന് പറയുന്ന ഫോൾഡറാണ്. നമ്മൾ എവിടെയാണോ ഈ app.js കിടക്കുന്നത് അതാണ് ./ എന്ന് പറയുന്നത് കറണ്ട് ഡയറക്ടറി. അവിടുന്ന് നമ്മൾ കമ്പോണൻസിനകത്തോട്ട് പോകണം അല്ലേ. അവിടെയല്ലേ നമ്മൾ ഇത് കിടക്കുന്നത്. സോ കമ്പോണൻസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഹെഡർ ഫയലുണ്ട്. സോ /header കറക്റ്റായിട്ട് നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ താഴെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഹെഡർ ഈസ് ഡിഫൈൻഡ് ബട്ട് നെവർ യൂസ്ഡ്. സോ ആളിവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്താൽ മതി. ഈ ഹെഡറിനെ നമ്മളൊരു HTML ടാഗ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ കോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വർക്ക് ആവുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻ സെപ്പറേറ്റ് കമ്പോണൻ്റ് എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്കിതിന് എത്ര വേണമെങ്കിലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. നമ്മളൊരു HTML ടാഗ് പോലെ തന്നെ വീണ്ടും അത് വരും. അങ്ങനെ ഇതെത്ര വേണമെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ വേറെ കാണിച്ചു തരാം. അത് ഈ H2 ടാഗ്സ് മാത്രമല്ല, ഞാനിവിടെ ഒരു ഇൻപുട്ട് ടാഗ് ഫസ്റ്റ് കാണിച്ചു തരാം. ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇൻപുട്ടിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് വരട്ടെ. അതിനകത്ത് ഓക്കെ അത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബട്ടൺ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ആഡ് ബട്ടൺ. ഓക്കെ, അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ റീയൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. സോ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ കമ്പോണൻ്റ് അവിടെ റെൻഡർ ആയി അല്ലേ. സോ എത്ര വട്ടം വേണമെങ്കിലും നമുക്കിതിന് റീയൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ കമ്പോണൻറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുക, റീയൂസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.